വിദ്യാഭ്യാസ മേഖലയിൽ തെലങ്കാന സർക്കാരിന് ശ്രീനാരായണ ഗുരുദേവ ദർശനമാണ് വഴികാട്ടുന്നതെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവത്തിൽ ശ്രീനാരായണ ഗുരു ദർശനം സാഹിത്യം സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെലങ്കാനയിൽ യങ് ഇന്ത്യ ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന ബൃഹത് പദ്ധതി നടപ്പാക്കുന്നത് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുദർശനം ഉൾക്കൊണ്ടാണ്. ജാതിമതഭേദമന്യേ സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുക എന്നതാണ് 5000 കോടി രൂപ വകയിരുത്തിയിരിക്കുന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം എന്നത് പുരോഗതിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണെന്ന ഗുരുചിന്ത തങ്ങൾ ഏറ്റെടുക്കുകയാണ്. സാമൂഹികമായ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ മഹത്തായ ഗുരുബോധനങ്ങൾക്ക് കഴിയുമെന്നും മല്ലു ഭട്ടി വിക്രമാർക അഭിപ്രായപ്പെട്ടു. All the sections of the society come and study in that residential schools. In this particular one financial year itself, we have earmarked nearing about 5,000 crores for the infrastructure of these schools. So we strongly believe that Narayana Guru's philosophy and his teachings, particularly through an education, that you can really bring the reform. His efforts did not stop with education. Sri Narayana Guru also worked tirelessly to eradicate superstitions and rituals that perpetuated social inequality through the construction of temples open to all, such as the historic അരിവിപ്പുറം ക്ഷേത്രം സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ അധ്യക്ഷനായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ചെയർമാൻ ഡോക്ടർ KS ചലം, ഹൈദരാബാദ് ജയ് ഭാരത് മൂവ്മെന്റ് രമണമൂർത്തി, എഴുത്തുകാരൻ MK ഹരികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.